ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോണ്ട് കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി BMW വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സെലക്ട് ചെയ്യട്ടോ ഏത് വണ്ടി എടുക്കണമെന്ന്. ഗൈസ്, അപ്പോൾ നമ്മളിതാ സെലക്ട് ചെയ്ത വണ്ടി ഇതാട്ടോ 3 സീരീസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാരേജിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത വണ്ടി. ഇനി നമുക്കിത് പണിയാൻ തുടങ്ങാം. നമുക്ക് കളർ നമുക്ക് ആദ്യം തന്നെ ചേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ വണ്ടി ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ലുക്കാട്ടോ. അപ്പോൾ നമുക്ക് ഇവരിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ലുക്കിൽ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ 4 ആൾ നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യണോ സ്റ്റാൻഡേർഡ് ലുക്ക് ചെയ്യണോ? നമുക്ക് സ്റ്റാൻഡേർഡ് ശരിയാവില്ല ഗൈസ്. നമുക്ക് എവിടെ ചെന്നിട്ട് 4 ആൾ നോക്കണം. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് വേണ്ട. അപ്പം നമുക്കിതാ അടിപൊളി കളറൊക്കെ കയറ്റി വണ്ടിയൊക്കെ ഇറക്കാം. ഈ ഒരു കളറ് ചില വൈറ്റ് അല്ല, മാറ്റ്. ഈ സാധനം നമ്മളങ്ങനെ ഇട്ടു. പൊളിയാ കളറ്. കളറവിടെ അതാണ് ഗൈസ്. ഈ ഒരു ഷെയ്ഡാട്ടോ അവസാനം നമുക്ക് വണ്ടിയിൽ കിട്ടിയത്. ഇനി നമുക്ക് അലോയിലേക്ക് കയറാം. BMWയുടെ തന്നെ അലോയ് നോക്കണ്ട, നമുക്കത് അവസാനം നോക്കാം. നമുക്ക് ഈ ഒരു അലോയ് സെറ്റ് ആക്കാം കേട്ടോ. ഒരു അടിപൊളി അലോയ്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലാക്ക് മതിട്ടോ ഗൈസ്. ബ്ലാക്കിനാണ് ഒരു ഇടുപ്പ് കൂടുതൽ. ഇനി നമുക്ക് ഫ്രണ്ട് ബമ്പർ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ബമ്പറാട്ടോ ഗൈസ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ബാക്ക് ബമ്പർ. നമ്മൾ ഇവനെ അങ്ങ് പണിയാൻ പോവാം ഗൈസ്. ഇവനെ പണിഞ്ഞ് നമ്മൾ ഇറക്കും. ഇത് മതിട്ടോ. ഇതൊരു അടിപൊളി ലുക്കുണ്ട്. വേറെ ഒന്നുമില്ല എന്നും പറയാം. നോക്കട്ടെ, ഓരോന്ന് വെച്ച് നോക്കാം ഗൈസ്. ഇത് മതിട്ടോ ഗൈസ്. ഇത് വേണോ ഇത് വേണോ? ഇത് മതി ഗൈസ്. ഇതാണ് ഒന്നുകൂടെ വൃത്തി. സൈഡ് ലിബ് അങ്ങനെ സെലക്ട് ചെയ്ത് കിറ്റ് BMൻ്റെ ഇത് വേണ്ട, ഇത് നോക്കാം. ഇതും വേണ്ട. ഇതും വേണ്ട ഗൈസ്. നമുക്കേ കിറ്റ് വേണ്ട. നമുക്ക് കിറ്റില്ലാതെ വണ്ടി ഓടിക്കാം. ഇത് ഹെഡ്ലൈറ്റ് ഗൈസ്. ഹെഡ്ലൈറ്റ് മെയിനാണ്. നമുക്കിത് ബ്ലാക്ക് ആക്കാം. ഫ്രണ്ട് ഗ്രില്ലോ. പിന്നെ ഗ്രില്ലില്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇതാണിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഗ്രില്ല്. ഇത് നമുക്ക് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണ്ട. അപ്പം നമുക്ക് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഒന്നുകൂടെ ലുക്കായിട്ടുണ്ട് കേട്ടോ. ഫോഗ് ലാമ്പ് വരില്ല ഗൈസ്. ഫോഗ് ലാമ്പ് ഒറ്റയ്ക്ക് വരില്ല. ഇതിനൊക്കെ ലുക്ക് ബ്ലാക്ക് ചെയ്തപ്പോഴാട്ടോ ബൈക്കിൻ്റെ ലൈറ്റ്. കുഴപ്പമില്ല, അത്ര വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയാം.
ഓ ഗൈസ് ഇത് വേണ്ട ഗൈസ്, നമുക്ക് സ്പോയിലർ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് വെച്ചാൽ അതിൻ്റെ ലുക്ക് പോകും. ഇതാണ് പ്ലസ് സ്റ്റോക്ക് സാധനം. ഇതും കൂടെ ഊരിയാൽ ഇതാ ഈ ഒരു ലുക്കാവും. അത്യാവശ്യം വലുത് വേണമെന്ന് വെച്ചാൽ വലുത് വേണം, ചെറുത് വേണമെന്ന് വെച്ചാൽ ചെറുത് വേണം, രണ്ടും കൂടെ കൂടിയത് വേണം. ഇത് ഭയങ്കര ഓവറായി, ഓവർ സൈസാണ്, അത് നമുക്ക് വേണ്ട. ഗൈസ് അപ്പോൾ നമുക്കിതാ ഈ സ്പോയിലറാട്ടോ നമ്മൾ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ഓവർ സൈസാണ്, നമ്മൾ ഫിറ്റ് ചെയ്യില്ല. ഓ ഗൈസ് ഇതും ഓവർ സൈസാണ് ഗൈസ്. നമുക്ക് മറ്റൊരു ചെറിയ സ്പോയിലർ ഇല്ലേ? ഓ മൈ ഗോഡ്, എടുത്ത് ഗൈസ് ഇതിനേക്കാളും നല്ല ചെറുത് തന്നെയാണ്. ഇത് കണ്ടിട്ട് കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു. അല്ല ഗൈസ് അതും വലുത. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഉണ്ടായിരുന്ന സ്പോയിലറില്ലേ അത് മതി. നമുക്ക് ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതൊന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതാണ് ഒരു സൈഡ് ലുക്ക് വന്നേക്കുന്നത്. മിറർ അതന്നെ ഉള്ളൂ ഗൈസ്. നമ്പർ ഓ വേണ്ട വേണ്ട. ഗൈസ് ഇത് വെച്ചിട്ടൊരു ലുക്കില്ല. അപ്പോൾ നമുക്ക് മേളിലാണ് സെക്ഷൻ ഉള്ളത്. മേളിൽ ഇത് വേസുണ്ടാവില്ല കേട്ടോ ഇത് വെച്ചാൽ. സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. ഇപ്പം നമുക്ക് സോറി ഗൈസ് മാറിപ്പോയി. ഈ ഒരു കളറൊക്കെ ഉണ്ട് ഗൈസ്, സിമെൻറ്റ് കളർ മാതിരി ഗൈസ്. അപ്പം ഇതൊരു ലുക്കുള്ള കളറാണ് കേട്ടോ. പിന്നെ വെക്കണമെങ്കിൽ ഹെഡ്ലൈറ്റ് ഈ ഒരു ലുക്ക് വേണ്ട കളർ. ഹെഡ്ലൈറ്റ് സാധാ സ്റ്റോക്ക് കണ്ടീഷൻ ആക്കാം കേട്ടോ. ഈ ഒരു കളറിന് അതാണ് ലുക്ക്. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിൽ എക്സ്റ്റീരിയർ മാറ്റല്ലേ ഗ്ലോസി ആക്കി നോക്കാം. ഈ ഒരു ലുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. ഈ ഒരു കളറ് കുഴപ്പമില്ല, ഇതൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് അലോയ്ക്ക് ഈ ഒരു കളറ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കൊക്കെ ഉണ്ട്. ഇനി ഇൻറ്റീരിയർ നമുക്ക് ഒരു അടിപൊളി വെറൈറ്റി കളറാണ് കണ്ടുപിടിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കളറ്. ഇനി നമുക്ക് ലൈറ്റ് ചെറിയൊരു കറുപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും ലുക്ക് ഉണ്ടാവുള്ളൂ. ഹെഡ്ലൈറ്റാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ കളറൊക്കെയാണ്. കുറച്ചും കൂടി കിടക്കട്ടെ.
ഗൈസ് അപ്പോൾ ഇതാട്ടോ നമ്മൾ ഇത്രയും ചെയ്തപ്പോഴുള്ള ലുക്ക്. ഇനി നമുക്ക് സസ്പെൻഷൻ താത്താം. അലോയുടെ സൈസ് കുറച്ച് വലുതാട്ടോ, അപ്പോൾ നമുക്കത് ചെറുതാക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്ത സീറ്റ് കവർ ചേഞ്ച് ചെയ്തു, ഫ്രണ്ട് ബമ്പർ ചേഞ്ച് ചെയ്തു, ബാക്ക് ബമ്പർ ചേഞ്ച് ചെയ്തു, അലോയ് ചേഞ്ച് ചെയ്തു, പിന്നെ നമ്മുടെ ലോവർ ചെയ്തു, കളർ ചേഞ്ച് ചെയ്തു, ബാക്ക് സ്പോയിലർ സ്റ്റോക്ക് തന്നെയാണ്, ഹെഡ്ലൈറ്റ് കുറച്ച് വർക്കൊക്കെ ചെയ്തു, കുറച്ച് ബ്ലാക്ക് ചെയ്തു, പിന്നെ ഫ്രണ്ട് ഗ്രില്ല് സിൽവർ ആയിരുന്നു, അത് നമ്മൾ ബ്ലാക്ക് ആക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് ഈ വണ്ടിയിൽ. വേറെ ഒന്നും അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ് ഈ വണ്ടിയിൽ. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ സൈലൻസർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഈ നമ്മളെ ഈ ബമ്പറിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു സൈലൻസർ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്തു. ബാക്കിലത്തെ സൈലൻസർ വേറെ ആയിരുന്നു, അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിത് വെച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ സ്റ്റോക്ക്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇതിലേക്കാണ്. കണ്ടില്ലേ, ഇപ്പോൾ വരും മേഖല ഇതിലേക്ക്, സോറി മാറിപ്പോയി, ഇതിലേക്കാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തത്. ഒക്കെയാണ് ഈ വണ്ടി നമ്മളിപ്പോൾ ചെയ്തത്. ഫ്രണ്ട് കുറച്ച് ലുക്ക് കൂടിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഇപ്പം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഏത് വണ്ടി ചെയ്യണം എന്ന് നിങ്ങൾ പറയണം ഗൈസ്, കമൻറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ഈ ആപ്പിലുള്ള വണ്ടികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ പറയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വണ്ടി ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടി ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അതും കൂടെ അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ഗായ്സ്, ബൈ.